മഹ്ശർ എന്ന് പറയുന്നത് നാമൊക്കെ വിശ്വസിക്കുന്ന ഒരു ലോകമാണ്. മരണത്തിന് ശേഷം ഒരുമിച്ച് കൂടുന്ന സ്ഥലത്തിനാണ് മഹ്ശർ എന്ന് പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല മഹ്ശറിനെ പറ്റി പറഞ്ഞ ആയത്ത് ഇന്ന് നമ്മൾ സൂറത്തുൽ കഹ്ഫിൽ പലതവണ ആവർത്തിച്ച് ഓതി. വയൗമ നുസയ്യിറുൽ ജിബാല വതറൽ അർള ബാരിസതൻ വഹശർനാഹും ഫലം നുഗാദിർ മിൻഹും അഹദാ. പർവ്വതങ്ങൾ അതിൻ്റെ ആണിക്കല്ല് മുഴുവനും പറിച്ചെടുത്ത് ഒരു ഭാഗത്തുനിന്ന് മറ്റൊരു ഭാഗത്തേക്ക് പാറിപ്പറക്കുന്ന രംഗം നിങ്ങൾ കാണുന്ന ഒരു ദിവസം. വതറൽ അർള ബാരിസ, അന്ന് ഭൂമി മറകളൊന്നും ഇല്ലാത്ത രൂപത്തിൽ തുറന്ന രീതിയിൽ കാണാൻ പറ്റും. കെട്ടിടങ്ങളില്ല, മരങ്ങളില്ല, മലകളില്ല, മറകളില്ല. ഒരു ഭാഗത്തുനിന്ന് നോക്കിയാൽ മറ്റൊരു ഭാഗത്തേക്ക് ഒരു തടസ്സവും ഇല്ലാതെ നീണ്ട് പരന്ന് കിടക്കുന്ന പ്രവിശാലമായ ഭൂമി. ഒരു തടസ്സവും ഇല്ല കാണാൻ. ഇപ്പൊ ഇവിടുന്ന് അങ്ങോട്ട് നോക്കിയാൽ, എത്ര ദൂരത്തേക്ക് നോക്കിയാൽ കണ്ണെത്താ ദൂരത്തോളം വിശാലമായി കിടക്കുന്നൊരു ഭൂമി. ഹശർനാഹും, മനുഷ്യരെയും ജിന്നുകളെയും ജീവജാലങ്ങളെയും നാം ഒരുമിച്ച് കൂട്ടും. ഫലം നുഗാദിർ മിൻഹും അഹദ, ഒരാളെയും നാം വിട്ടുകളയുകയില്ല. എല്ലാവരെയും ഒരുമിച്ച് കൂട്ടും. ഇന്ന് ഭൂമിയിൽ തെരഞ്ഞിട്ട് കാണാത്ത ആളുകളെയും അന്ന് കാണാൻ പറ്റും. പലരെയും അഡ്രസ് ഇല്ലാതെ പോയിട്ടുണ്ട്. ചില ആളുകളെ ഒന്നും കാണാതെ ആയിട്ട് മയ്യിത്ത് നിസ്കരിക്കാൻ പോലും പറ്റാതെ ആയിട്ടുണ്ട്. പക്ഷെ എല്ലാവരെയും അവിടെ കാണാൻ പറ്റും. എല്ലാവരെയും മഹ്ശറിലേക്ക് ഒരുമിച്ച് കൂട്ടും. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പഠിപ്പിച്ചു, ഇന്നകും മഹ്ശൂറൂന യൗമൽ ഖിയാമത്തി ഹുഫാത്തൻ ഉറാത്തൻ ഗുർല. ഖിയാമത്ത് നാളിൽ നിങ്ങളെ ഒരുമിച്ച് കൂട്ടപ്പെടും. ഹുഫാത്തൻ, നഗ്നപാതരായിട്ട്, ചെരുപ്പ് ധരിക്കാത്തവരായിട്ട്. ഉറാത്തൻ, നഗ്നരായിട്ട്, ആണും പെണ്ണും ഒരാളും വസ്ത്രം ധരിക്കാത്തവരായിട്ട്. ഗുർലൻ, ചേലാകർമ്മം മാർക്കം ചെയ്യാത്തവരായിട്ട്. കമാ ബദഅനാ അവ്വല ഖൽഖിൻ നുഈദുഹു. റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞല്ലോ, ആദ്യഘട്ടത്തിൽ നാം സൃഷ്ടിച്ചതുപോലെ നാം മനുഷ്യനെ മടക്കി കൊണ്ടുവരും. നമ്മളെ സൃഷ്ടിക്കുമ്പോൾ നമ്മുടെ കാലിൽ ചെരുപ്പുണ്ടോ? ഇല്ല. ശരീരത്തിൽ തുണിയുണ്ടോ? ഇല്ല. ചേലാകർമ്മം ചെയ്യപ്പെട്ടിട്ടുണ്ടോ? ഇല്ല. ചേലാകർമ്മം ചെയ്യപ്പെട്ട രൂപത്തിൽ ജനിച്ച ആളുകളുണ്ട്, അവരങ്ങനെ വരും. അങ്ങനെയല്ലേ അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ഭൂമിയിലേക്ക് വന്ന ശേഷം ചേലാകർമ്മം നിർവഹിക്കപ്പെട്ടതല്ലല്ലോ. വലദത്തുഹു മഖ്തൂനൻ വമക്ഹൂലൻ കമാ ഖദ് ജാഅ ഫിൽ ഖബരി സ്വഹീഹിൽ മുസ്നദൂ. ഉലിത്തു മഖ്തൂനൻ, ഞാൻ ജനിച്ചപ്പോൾ തന്നെ മാർക്കം ചെയ്യപ്പെട്ട രീതിയിലാണ്. നമ്മളൊന്നും അങ്ങനല്ല. നമ്മൾ മാത്രല്ല, അമ്പിയാക്കളിൽ മറ്റു പലരും. വലിയ ഒരു പ്രവാചകനാണ് ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം. മഹാനവർകളാണ് അവരുടെ ഖിതാൻ മാർക്കം ചെയ്തത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞു, ഞാൻ എന്റെ മാർക്കം ചെയ്യുമ്പോൾ എനിക്ക് 80 വയസ്സായിട്ടുണ്ട്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം അതിന് പറ്റുന്ന ഒരു ഉപകരണം ഖദ്ദൂം എന്ന് പറയും. അർത്ഥം വെക്കുമ്പോ ഉളിയെന്നും ചാട്ടുളിന്നൊക്കെ പറയാൻ പറ്റും. അതെടുത്ത് ഞാൻ തന്നെ എന്റെ ചേലാകർമ്മം ചെയ്തു. വേറെ ആൾ ചെയ്തതല്ല, ഇബ്രാഹിം നബി അലൈഹിസ്സലാം തന്നെ ചെയ്തതാണ്. ഇഖ്തതന ബിൽ ഖദ്ദൂമി വഹുവ ഇബ്നു 80 സന.
അന്ന് മഹാനവറുകൾക്ക് 80 വയസ്സാണ്. ആ പ്രായത്തിലാണ് ശേലാകർമ്മം ചെയ്തത്. അപ്പൊ അവരും അങ്ങനെയുള്ള ജനിക്കുമ്പോൾ ഖിതാൻ ചെയ്യപ്പെടാത്തവരൊക്കെ അതേ രൂപത്തിൽ ഒരുമിച്ച് കൂട്ടപ്പെടും. ഈ ഹദീസ് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോ ബീവി ആയിഷ റളിയല്ലാഹു അൻഹ ചോദിച്ചു, അള്ളാഹുവിന്റെ റസൂലേ, ആരും അങ്ങോട്ടും ഇങ്ങോട്ടും മറയില്ലാത്ത രൂപത്തിൽ വരുമ്പോൾ യൻളുറു ബഅ്ളുഹും ഇലാ ബഅ്ൾ, ചിലരിലേക്ക് നോക്കൂലേ എന്ന് ചോദിച്ചു. പുരുഷന്മാര് സ്ത്രീകളിലേക്കും സ്ത്രീകള് പുരുഷന്മാരിലേക്കും നോക്കൂലേ? ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അൽ അംറു അശദ്ദു മിൻ അൻ യുഹിമ്മഹും ദാലിക്. അന്ന് മഹ്ശറിലേക്ക് ഒരുമിച്ച് കൂട്ടപ്പെടുമ്പോൾ ഒരാൾക്കും ഒരാളെയും നോക്കാൻ കഴിയുന്ന രൂപത്തിലല്ല അവസ്ഥ, അതിനേക്കാൾ ഗൗരവമായ രൂപത്തിലാണ്. ഖബറിൽ നിന്ന് എഴുന്നേറ്റ് വരുന്ന സമയത്ത് മുഅ്മിനീങ്ങളെ, ഖബറിൽ നിന്ന് ഞാനും നിങ്ങളുമൊക്കെ എഴുന്നേറ്റ് വരുമ്പോ നമ്മുടെ കൂടെ മഹ്ശറിലേക്ക് 2 ആളുകൾ നമ്മോടൊപ്പമുണ്ടാകും. നിങ്ങളെ എല്ലാവരുടെ കൂടെയും 2 ആളുകൾ ഉണ്ടാകും. വജാഅത് കുല്ലു നഫ്സിൻ മഅഹാ സായിഖും വശഹീദ്. ഖബറിൽ നിന്ന് എഴുന്നേറ്റ് പുറം ലോകത്തെത്തിയാൽ ഓരോ ശരീരത്തിന്റെ കൂടെയും 2 ആളുകളുണ്ട്. ഒന്ന് സായിഖ്, മഹ്ശറിലേക്ക് നമ്മെങ്ങനെ തെളിച്ചു കൊണ്ടുപോകുന്ന ആള്. മറ്റൊന്ന് ഷഹീദ്, നമുക്ക് അനുകൂലമായും പ്രതികൂലമായും സാക്ഷി നിൽക്കുന്ന ആള്. രണ്ടും 2 മലക്കുകളാണ്. ഒരു മലക്ക് നിൽക്കാനായിട്ടില്ല. നമ്മുടെ സ്ഥലത്തേക്ക് എത്തുന്നത് വരെ നമ്മെ എങ്ങനെ കൊണ്ടുപോകും? എവിടെയാണോ നമുക്ക് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നത് അവിടേക്ക് എത്തുന്നത് വരെ. അത് തന്നെ മറ്റൊരു മലക്കുണ്ടല്ലോ കൂടെ. ആ മലക്ക് പറയും, അനുകൂലമായി ദുനിയാവിൽ പ്രവർത്തിച്ച ആളാണെങ്കിൽ അവനോട് പറയും, നീ ദുനിയാവിൽ ഒരുപാട് ഖൈർ ചെയ്ത ആളല്ലേ, ഒരുപാട് നന്മകൾ ചെയ്ത ആളല്ലേ, അതുകൊണ്ട് നീ ഭയപ്പെടേണ്ടതില്ല, മുന്നോട്ട് നടന്നോളൂ. അതേ സമയത്ത് ദുനിയാവിൽ അശ്രദ്ധനായി ജീവിച്ച ആളോട് പറയും, ലഖദ് കുൻത ഫീ ഗഫ്ലത്തിൻ മിൻ ഹാദാ ഫകശഫ്നാ അൻക ഗിതാഅക ഫബസറുക അൽയൗമ ഹദീദ്. മഹ്ശർ പറഞ്ഞപ്പോ, ഖിയാമത്ത് നാൾ പറഞ്ഞപ്പോ, ഇവിടെ ഒരുപാട് ഭയാനകതയുണ്ടെന്ന് പറഞ്ഞപ്പോ ഒന്നും വിശ്വസിക്കാതെ ശ്രദ്ധിക്കാതെ ജീവിച്ച ആളല്ലേ, കണ്ണു തുറന്നൊന്ന് നോക്കൂ എങ്ങനെയുണ്ട്. ഇങ്ങനെ ഒരു ലോകം വരാനുണ്ട് എന്ന് നേരത്തെ പറഞ്ഞിരുന്നില്ലേ? ഒരുങ്ങണമെന്നും തയ്യാറാകണമെന്നും പറഞ്ഞിരുന്നില്ലേ? അന്ന് നീ അതിനു വേണ്ടിയൊന്നും പരിശ്രമിച്ചില്ലല്ലോ. ഫബസറുകൽ യൗമ ഹദീദ്. ഇന്ന് നിന്റെ കണ്ണുകൊണ്ട് നീയൊന്ന് നോക്കണം. നിന്റെ കാഴ്ചക്ക് നല്ല മൂർച്ചയാണ്, നിന്റെ ദൃഷ്ടിക്കൊരു തകരാറുമില്ലല്ലോ. അള്ളാഹു പറഞ്ഞ ലോകം കണ്ടില്ലേ? ഭൂമിയെ ഭൂമിയല്ലാത്ത രൂപത്തിലും ആകാശത്തെ ഇക്കാണുന്ന രൂപമല്ലാത്ത രൂപത്തിലും മാറ്റിമറിച്ച ഒരു നേരമാണ് നമ്മൾ ഖബറിൽ നിന്ന് പുറത്തേക്ക് വരുന്ന നേരം. പുറത്ത് എത്തലോടുകൂടെ ഓരോരുത്തരും പല ഭാഗത്തേക്കുമായി മുകളിലേക്കുള്ള ഒരു തുറിച്ച നോട്ടമുണ്ട്. മുകളിലേക്ക് മനുഷ്യൻ നോക്കുന്നത് എത്രമാത്രം ഭയപ്പാടോടെയാണ് സഹോദരങ്ങളെ. മേൽഭാഗത്തേക്കുള്ള നോട്ടം ഒരിക്കലും തായോട്ടാകാത്ത രൂപത്തില് അത്രയും ഭയവിഹ്വലതയിലാണ് ആളുകൾ മുന്നോട്ട് നീങ്ങുന്നത്. യൗമ തശ്ഖസു ഫീഹിൽ അബ്സാർ. കണ്ണുകൾ മേൽപോട്ടുയർന്നു നിൽക്കും, പേടിയുടെ ഊക്കുകൊണ്ടാണ്. ദുനിയാവിൽ തന്നെ പേടിച്ചൊരാളെ മുഖത്തേക്ക് നോക്കൂ, അയാളെ കണ്ണ് ഏത് രൂപത്തിലാണ് അയാളെ കണ്ണുണ്ടാകുന്നത്. മുന്നിലുള്ള ഒരാളയാള് പേടിയുടെ ഊക്കുകൊണ്ട് കാണില്ല. വലത്തെ ഭാഗത്ത് നിൽക്കുന്നവനെ കാണില്ല, ഇടത്തെ ഭാഗത്ത് നിൽക്കുന്നവനെ കാണില്ല. പേടി കൂടുതലുള്ള ഒരാള് തുറിച്ചു നോക്കുന്നൊരു നോട്ടം കാണാം. അത് ഏറ്റവും ഉയർന്ന രൂപത്തിൽ പാരത്രിക ലോകത്ത് അനുഭവപ്പെടാൻ പറ്റും. യൗമ തശ്ഖസു ഫീഹിൽ അബ്സാർ മുഹ്തിഈന മുഖ്നീ റൂസിഹിം ലാ യർതദ്ദു ഇലൈഹിം തർഫുഹും വഅഫ്ഇദതുഹും ഹവാ.